ഇസ്രായേൽ തങ്ങളുടെ പോരാട്ടം നിർത്തുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ഗാസയിലെ സ്കൂളിൽ താമസിക്കുന്ന അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്നാൽ ഇസ്രായേൽ പറയുന്നത് അത് അഭയാർത്ഥികളല്ല, മറിച്ച് അത് ഹമാസ് ഭീകരരാണ്. നമുക്കറിയാം, നമ്മുടെ പാകിസ്ഥാനിലടക്കം ടെററിസ്റ്റുകളെ ഭീകരരായിട്ടല്ല അവിടെ അവർ വളർത്തുന്നത്, മറിച്ച് അവിടെ മതപണ്ഡിതരായിട്ടും അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ടെററിസ്റ്റുകളെ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ ഹമാസ് ഭീകരർ കയറി ഒളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അതിനു നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രി വൈകി ഗാസയിലെ നിരവധി സ്ഥലങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചതെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ ആക്രമണങ്ങളിൽ ഒരു സ്കൂളും ലക്ഷ്യമിട്ടിരുന്നു. അതിലൊരു പത്രപ്രവർത്തകന്, റെഡ് ക്രോസ് പ്രവർത്തകനും ഉൾപ്പെടെ 30 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്കൂളിലുണ്ടായ തീപിടുത്തത്തിൽ ആളുകൾ ജീവനോടെ വെന്തെരിഞ്ഞ് കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് ഒരു കിൻഡർ ഗാർഡൻ സ്കൂളായിരുന്നു. ഈ സ്കൂൾ ഒരു അഭയാർത്ഥി ക്യാമ്പായി ഉപയോഗിച്ച് വരികയായിരുന്നു എന്നുള്ളതാണ് വേറെ കാര്യം. അൽ ജസീറ എന്ന് പറയുന്നത് സുഡാപ്പികളുടെ സ്വന്തം മാധ്യമമാണ്. അൽ ജസീറ അങ്ങനെയാണ് എഴുതുന്നത്. എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത് അവിടെ ഉണ്ടായിരുന്നത് അഭയാർത്ഥികളല്ല, ഹമാസ് ഭീകരരാണ് എന്നാണ് പറയുന്നത്. ആക്രമണത്തിൽ 2 റെഡ് ക്രോസ് പ്രവർത്തകരും ഒരു പത്രപ്രവർത്തകനും നിരവധി കുട്ടികളും കൊല്ലപ്പെട്ടു. തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ 50 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. മറുവശത്ത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണം എന്ന് സ്പെയിൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മെയ് 23 ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഖാൻ യൂനിസിൽ നിന്ന് വനിതാ ഡോക്ടറായിട്ടുള്ള ഡോക്ടർ കൊല്ലപ്പെട്ടിരുന്നു. അൽ നജാറിൻ്റെ 9 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു. ആരോഗ്യ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ മരിച്ച കുട്ടികളിൽ 7 മാസം മുതൽ 12 മാസം വരെ പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട് എന്നുള്ളതാണ്. ആക്രമണത്തിൽ ഡോക്ടറിൻ്റെ ഭർത്താവിനടക്കം ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ട്. അതേസമയം മറ്റൊരു സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഗാസയുടെ 77% ഇസ്രായേൽ കൈപ്പെടുത്തി എന്നുള്ളതാണ്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണക്കനുസരിച്ച് ഗാസയിൽ വലിയൊരു ഓപ്പറേഷൻ തന്നെയാണ് ആരംഭിച്ചത്. അതായത് കരയുദ്ധം നടക്കുകയാണ്. ഈ ഓപ്പറേഷനിൽ മെയ് 14-നും 20-നും ഇടയിൽ 670-ലധികം ഹമാസ് കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഇതിൽ ഗാസയിൽ നിന്നുള്ള ഏകദേശം 512 പേർ കൊല്ലപ്പെട്ടു. ഗാസ മുനമ്പിൻ്റെ 77% ഭാഗവും ഇസ്രായേൽ നിയന്ത്രണം എടുത്തതായി ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് ഞായറാഴ്ച അവകാശപ്പെട്ടതായിട്ടും അൽ ജസീറ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.